എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നാടൻ മാമ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം മാമ്പഴം നമുക്കൊരു പാനിലാക്കിയിട്ട് അല്പം വെള്ളമൊഴിച്ച് ചെറുതായൊന്ന് വേവിക്കാം. അതിനുശേഷം അതിലേക്ക് അല്പം ശർക്കരയും ഒരു സ്പൂൺ നെയ്യും ചേർക്കുക. നെയ്യ് ഓപ്ഷണലാണ്. ശർക്കരയും മാമ്പഴവും നെയ്യും കൂടി അല്പനേരമൊന്ന് ഇളക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഏതാണ്ട് ഒരു പാകമാകുമ്പോൾ, അതായത് ചെറിയൊരു പാകം വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, മുളക് പൊടി, അല്പം ജീരകം, മഞ്ഞൾ പൊടി, പിന്നെ ആവശ്യത്തിന് തൈര് ഇവ ചേർത്ത് നന്നായി അരച്ച് ചേർക്കുക. നല്ലതുപോലെ ഇളക്കി തൈരും അതിൻ്റെ അരപ്പും അതുപോലെ മാങ്ങാപ്പഴം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട്, അതായത് അല്പം നല്ലപോലെ ചൂടായി തിളയ്ക്കുന്നതിന് മുൻപായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് സ്റ്റൗ ഓഫാക്കുക. ഇനി ഇതിലേക്ക് കടുക്, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവ നന്നായിട്ട് എണ്ണയിലോ നെയ്യിലോ താളിച്ച് ചേർക്കുക. ഒന്നാന്തരം മാമ്പഴ പുളിശ്ശേരി റെഡി ആയിരിക്കുന്നു. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എൻ്റെ രാജകൊട്ടാരങ്ങളിലൊക്കെ ഇത്തരത്തിലാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.